നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനോജിന്റെ ശ്രദ്ധക്കുറവ് ഹരിതയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അച്ഛമ്മ എന്തേ പറയുന്നേ? ഞാനും വന്ദനയൊന്നും ഹരിതയെ ശ്രദ്ധിക്കുന്നില്ലെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആരൊക്കെ ശ്രദ്ധിച്ചാലും ശരി, ഗർഭിണിയെ ഭർത്താവ് നോക്കുന്നത് പോലെ ശരിയാകത്തില്ല മക്കളെ. എന്ന് മനോജിന് ഇപ്പൊ ഒന്ന് വിളിച്ചു പറ ചേച്ചി. പ്രസവിച്ച വയറിനെ ഗർഭിണിയുടെ ആലസ്യം മനസ്സിലാകും. രണ്ടും രണ്ട് പാത്രമാകുന്നത് വരെ ഒരു വെപ്രാളവാ എന്റെ ശ്രീപത്മനാഭ. കുഞ്ഞൊന്ന് വിശ്രമിക്കട്ടെ. ഹലോ, എന്താ എടതി? മനോജെ, നീ ടെൻഷൻ ആവരുത്. എടതി കാര്യം പറ. മനോജെ, ഹരിതയ്ക്ക് ചെറിയൊരു തലകറക്കം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വീണു. അയ്യോ, കൊഴപ്പൊന്നുമില്ല, നീ വേഗം ഇങ്ങ് വാ. എടതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഞാൻ ടാക്സി എടുത്ത് വരണോ? ഇപ്പതിന്റെ ആവശ്യമൊന്നുമില്ല, നീ വേഗം വന്നാ മതി. ശരി എടതി. ഹരിതേ, ഈ ജ്യൂസ് കുടിക്ക്. വേണ്ട ചേച്ചി, ഇത് കുടിക്ക്, നിന്റെ ക്ഷീണം മാറട്ടെ. എനിക്കിപ്പൊ ക്ഷീണവും തളർച്ചയും ഒന്നുമില്ല ചേച്ചി, എല്ലാം മാറി. എന്ന് പറഞ്ഞാ പറ്റില്ല. വന്ദന റെഡിയാക്കി കൊണ്ടുവന്ന ജ്യൂസ് അല്ലേ, കുടിച്ചേ പറ്റൂ. ദേ കുടിക്കേ. ഇനി മനോജിനെ കാണാത്ത വിഷമം മാത്രല്ലേ ഉള്ളൂ. പേടിക്കണ്ട, ഞാൻ വിളിച്ചപ്പോഴേ ദേ ഇപ്പൊ എത്തിക്കഴിഞ്ഞു എന്നാ മനോജ് പറഞ്ഞത്. തലചുറ്റല് ക്ഷീണമൊക്കെ മാറിയോ മോളെ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അമ്മേ. അമ്മയുടെ നെഞ്ചുവേദനയൊക്കെ മാറിയോ? അത് ഗുളിക കഴിച്ചപ്പോ തന്നെ മാറി. എന്നാലും അങ്ങനെയല്ല, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. അമ്മ പോയി കിടന്നോ. എന്റെ പേരക്കുട്ടി നിന്റെ വയറ്റിൽ കിടക്കുമ്പോ നിന്റെ ആരോഗ്യ പ്രശ്നം അമ്മയ്ക്ക് വലുത്. അമ്മയ്ക്ക് കിടന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. ഹരിതയെ നോക്കാൻ 2 നഴ്സുമാർ ഇവിടെ ഉണ്ട്. ഒന്ന് വന്ദന, മറ്റൊന്നീ സുചിത്ര. ഇനി ഒരു ഹെഡ് നഴ്സിന്റെ കൂടെ ആവശ്യം ഇവിടെ ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.